ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റഡ്ഫോർഡ് സിഗ്നൽ. ഫെബ്രസിയോ റൊമാനോ ഇന്ന് രാവിലെ ഒരു ബോംബായിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽക്ക് തന്നെ ബ്രൂണോ ഗുമരസിനെ കുറിച്ചുള്ള വാർത്തകൾ ട്വിറ്ററിൽ അവിടെയും ഇവിടെയൊക്കെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. 2 ദിവസം മുമ്പേ ഈ ഒരു സംഭവം എയറിൽ കടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ റിപ്പോർട്ട്സ് അത്ര എലിജിബിളോ അല്ലെങ്കിൽ റിപ്പോർട്ട്സിന് അത്ര ഒരു ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ആരും ഡിസ്കസ് ചെയ്തിരുന്നില്ല. പക്ഷേ എല്ലാവരും വെയിറ്റ് ചെയ്തത് ഡേവിഡ് ഓൺസ്റ്റീൻ, ഫെബ്രസിയോ പോലത്തുള്ള Tier 1 ജേർണലിസ്റ്റുമാർ ഇതിനെക്കുറിച്ച് എന്ത് പറയും എന്ന് ചോദിക്കാനായിരുന്നു. അപ്പോൾ ഫെബ്രസിയോട് കഴിഞ്ഞൊരു 3-4 ദിവസം മുമ്പേ ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു, ഉണ്ട്, ലിസ്റ്റിലൊക്കെ ഉണ്ട്, എന്താ പറയുക, ബാക്കിയുള്ള കുറേ പ്ലേയേഴ്സിന് കൂടെ ലിസ്റ്റിലൊക്കെ ഉണ്ട് ബ്രൂണോ ഗുമേറസ്, അങ്ങനെ വലിയതൊന്നും ഇല്ല എന്നുള്ളൊരു ടോക്ക് പോലെ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മൂപ്പര് വന്ന് പറഞ്ഞ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഫെബ്രസിയോ റൊമാനോ പറഞ്ഞത് ഇതാണ്: ബ്രൂണോ ഗുമേറസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനായിട്ട് അല്ലെങ്കിൽ ഏജൻസിനായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ക്ലബ് റെപ്രസെൻറ്റേറ്റീവ്സ് ടോക്ക് നടത്തിയിട്ടുണ്ട്. ബേസിക്കലി എനിക്ക് മനസ്സിലായത് അവൻ്റെ വേജ് സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൻ്റെ കൂടെ തന്നെ കോൺട്രാക്ട് സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളായിരിക്കണം ഇവിടെ സംസാരിച്ചിട്ടുണ്ടാവുക. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ കസമീറോ ആണ് ബ്രൂണോ ഗുമേറസ് യുണൈറ്റഡിലോട്ട് വരണം എന്നുള്ളത് റെക്കമെൻഡ് ചെയ്തെന്നാണ് റിപ്പോർട്ട്സ് വന്നിട്ടുള്ളത്. ആൻഡ് കസമീറോ പോലത്തെ ഒരാൾ പറയുമ്പോൾ ഒബ്വിയസ്ലി യുണൈറ്റഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് അത് കാര്യമാക്കി എടുക്കും. ചില ആൾക്കാർ ഇതിന് മോക്ക് ചെയ്യും, കാരണം കസമീറോയ്ക്ക് എന്ത് കാര്യം ഇതിൽ. പക്ഷേ കസമീറോ ഹാസ് എ വാല്യൂ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിൽ അല്ലെങ്കിൽ ആ ക്ലബിൻ്റെ ഉള്ളിൽ ബ്രൂണോ ഫെർണാണ്ടസ് പോലെ തന്നെ കസമീറോ പറഞ്ഞ കാര്യങ്ങൾക്കും അവിടെ വില കൊടുക്കുന്ന ആൾക്കാരുണ്ട്. എസ്പെഷ്യലി ഈസ് 5 ടൈം ചാമ്പ്യൻസ് ലീഗ് വിന്നറൊക്കെ ആയതുകൊണ്ട്. അതിൻ്റെ കൂടെ 2 പേരും ബ്രസീലിയൻ പ്ലെയേഴ്സാണ്. പിന്നെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഇതിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫാക്ടർ മത്തേസ് കുനി ആയിരിക്കും. ഞാൻ ഈ മത്തേസ് കുനിയുടെ പേര് പറയാൻ കാരണം, ഏകദേശം ഇതേ ഒരു മാസമാണ് കഴിഞ്ഞ വർഷം നമ്മൾ മത്തേസ് കുനിയായിട്ട് ലിങ്ക് ആവുന്നത്. അത് പതുക്കെ സ്ട്രോങ് ആയി മാറുന്നു. ആൻഡ് മത്തേസ് കുനി നമ്മുടെ ടീമിലോട്ട് വരുന്നു. ഐ ക്യാൻ സി എ പാറ്റേൺ, അതായത് ഇനിയോസ് ചെയ്യുന്നൊരു പാറ്റേൺ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബേസിക്കലി നമ്മൾ റെപ്രസെൻറ്റേറ്റീവ്സിനോട് മീറ്റ് ചെയ്യും, എന്നിട്ട് നമ്മുടെ പ്ലെയറിനെ കയ്യിലെടുക്കും, വേജ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, ആൻഡ് വി വിൽ ഷോ ദ പ്രോജക്റ്റ്, ഇതാണ് സംഭവം, ഇനിയോസിൻ്റെ ഒരു പ്രോജക്റ്റ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുമ്പിൽ കൊടുക്കും. എന്നിട്ട് നമ്മൾ ന്യൂകാസിലിനായിട്ട് ടോക്കിലേക്ക് പോകുന്നതാണ് എൻ്റെ ഒരു അസംഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രഡിക്ഷൻ. പിന്നെ 70 മില്യണാണ് കോട്ട് ചെയ്തിട്ടുള്ള പ്രൈസ്. ഐ ഡോണ്ട് തിങ്ക് 70 മില്യണിന് ന്യൂകാസിൽ റെഡി ആവും എന്നുള്ളത്. വി ഓൾ നോ ന്യൂകാസിൽ ഇത് മാക്സിമം ടഫാക്കാൻ നോക്കും. പക്ഷേ ഇൻ മൈ ഒപ്പീനിയൻ ഐ തിങ്ക് ബ്രൂണോ ഗുമേറസ് വാൺസ് ഔട്ട്, അല്ലെങ്കിൽ ടൊണാലി വാൺസ് ഔട്ട്. ആരെയാണ് ഫസ്റ്റ് നമ്മൾ പൊക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ നമ്മൾക്ക് 2 പേര് നമുക്ക് കിട്ടില്ല, ടൊണാലി ഓർ ബ്രൂണോ ഗുമേറസ്. ഇൻ മൈ ഒപ്പീനിയൻ ഐ തിങ്ക് ബ്രൂണോ ഗുമേറസ് ഇസ് റൈറ്റ് ഫിറ്റ്. കാരണം ലീഡറാണ്, ക്യാപ്റ്റൻ മെറ്റീരിയലാണ്, പ്രൊഫഷണലാണ്, പിന്നെ ഒരു ഷിറ്റ് ഹൗസറിയാണ് മൂപ്പര്. അതായത് കുനിയ, ബ്രൂണോ ഗുമേറസ് എന്നുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ടീമിൽ വന്നാൽ ബാക്കിയുള്ള ടീംസിനെ ശരിക്കും വെറുപ്പിച്ച് കൈ കൊടുക്കുന്ന ആൾക്കാരാണ് കളിച്ചുകൊണ്ട്. അല്ലാതെ ചില എന്താ പറയുക ഹിൻഡ്രൻസിനെ പോലെയൊന്നും പിച്ചിൽ പറയുന്നില്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ പ്ലേയേഴ്സിനാണ്, ബ്രൂണോ ഗുമേറസ് പോലത്തെ പ്ലേയേഴ്സിനെയാണ്. ഇതിൽ മിറാജ് ഇത് നടക്കുമെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ഫീൽ റൈറ്റ് നോ ദർ ഇസ് എ 75 to 80% ചാൻസ് നടക്കാനുള്ള. കാരണം മൊത്തത്തിലൊരു ന്യൂസൊക്കെ കേട്ടിട്ട് അങ്ങോട്ടാണ് പോക്ക്. ഇനി ബ്രൂണോ ഗുമേറസിൻ്റെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിത് ഓൾറെഡി എനിക്ക് ചെയ്ത വീഡിയോ വീണ്ടും പറയുന്ന ഇഷ്ടമല്ല, പക്ഷെ എന്തായാലും ഞാൻ പറയാണ്. സ്റ്റാറ്റ്സ് വൈസ് നോക്കുമ്പോഴും ഓൺ ദ പിച്ച് നമ്മൾ കണ്ണിൽ കാണുന്ന ഫുട്ബോൾ കാണുമ്പോഴും ബ്രൂണോ ഗുമേറസ് വിൽ ബി എ ട്രാൻസ്ഫോർമേറ്റീവ് സൈനിങ് ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. നമ്മൾ ബ്രൂണോ ഫെർണാണ്ടസിന് മേടിച്ച പോലത്തെ ഒരു സൈനിങ് ആയിരിക്കും ബ്രൂണോ ഗുമേറസ് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. എസ്പെഷ്യലി ബ്രൂണോ ഗുമേറസിന് ഡിഫൻസീവ് മിഡ്ഫീൽഡ് കളിക്കാൻ പറ്റും, നമ്പർ 8 കളിക്കാൻ പറ്റും, നമ്പർ 10 ആയിട്ട് ബ്രൂണോ ഗുമേറസിന് കളിക്കാൻ പറ്റും. സോ ഒരു വെർസറ്റൈൽ മിഡ്ഫീൽഡറാണ്, ഒരു പ്രോപ്പർ പ്രീമിയർ ലീഗ് പ്രൂവൺ മിഡ്ഫീൽഡറാണ് ബ്രൂണോ ഗുമേറസ്. 28 വയസ്സാണ് പ്രായം. ചില ആൾക്കാർ ഏജിന് പറയുന്ന ആൾക്കാരുണ്ട്, പക്ഷേ ഐ ഫീൽ ഈ ഒരു ഏജ് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രൈം ഏജ് ഫോർ എനി മിഡ്ഫീൽഡർ, എസ്പെഷ്യലി പ്രീമിയർ ലീഗിലൊക്കെ. പിന്നെ നമ്മൾ വാങ്ങാൻ പോകുന്ന മിഡ്ഫീൽഡേഴ്സ് ഒക്കെ 20, 22, 23 വയസ്സായി കഴിഞ്ഞാൽ ഇപ്പോൾ ചെൽസിക്ക് ഉണ്ടാവുന്ന അവസ്ഥ എന്താണോ അതന്നെ നമുക്ക് സംഭവിക്കും. ആൻഡ് വി നീഡ് എ മിക്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് യൂത്ത്. അതാണ് എൻ്റെ ഒപ്പീനിയൻ. അതുകൊണ്ട് തന്നെ ബ്രൂണോ ഗുമേറസ് ഇതൊക്കെ എടുക്കുമ്പോൾ എല്ലാ ബോക്സും ടിക്കാണ്. പ്രസ്സിങ് മോൺസ്റ്ററാണ്, അതേപോലെ തന്നെ പ്രസ് ചെയ്യപ്പെട്ടാൽ പന്ത് മിസ് ചെയ്യാത്ത പ്ലെയറാണ്, ഡ്രിബിളറാണ്, പിന്നെ ലോങ് റേഞ്ച് ഷോട്ട് എടുക്കാൻ പറ്റും, ഡ്യുവൽസ് വിൻ ചെയ്യുന്ന ആളാണ്. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞ ലീഡറാണ്, ഒരു ഡ്രസ്സിംഗ് റൂമിലെ വൺ ഓഫ് ദ ഐക്കോണിക് മെമ്പറായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ലിസാൻഡ്രോ മാർട്ടിനസ്, മത്തേസ് കുനിയ, ബ്രൂണോ ഗുമേറസ്, ബ്രൂണോ ഫെർണാണ്ടസ്, ഒരു ലീഡർഷിപ്പ് ടീമിനെ നമുക്ക് ഈ ടീമിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഐ ഫീൽ ഹി ടിക്സ് എവറി ബോക്സ് ബ്രൂണോ ഗുമേറസ്. സ്റ്റാറ്റ്സിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കാം. ഞാനിവിടെ ജസ്റ്റ് കമ്പാരിസൺ എടുത്താണ് ടൊണാലി ആൻഡ് ബ്രൂണോ ഗുമേറസ്. ആൻഡ് യു ക്യാൻ ക്ലിയർലി സീ ഹിയർ ഹീറ്റ് മാപ്പ് എടുത്താലും അതേപോലെ തന്നെ സ്റ്റാറ്റ്സ് റെക്കോർഡ് എടുത്താലും ഈ സീസണിൽ ബ്രൂണോ ഗുമേറസ് ഈസ് വേ അഹെഡ് ഓഫ് സാൻഡ്രോ ടൊണാലി.
അത് അസിസ്റ്റിലായാലും ഗോൾ ക്രിയേഷൻ ചാൻസസിലായാലും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഡിവൽസ് വിൻ ചെയ്യുന്നതായാലും എസ്പെഷ്യലി ഗ്രൗണ്ട് ഡിവൽസും അതേപോലെ തന്നെ ഏരിയൽ ഡിവൽസും പ്രീമിയർ ലീഗിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ടൊണാലിനെക്കാട്ടും ഏറ്റവും കൂടുതൽ വിൻ ചെയ്യുന്നത് ബ്രൂണോ ഗുമേറസ് ആണ്. പിന്നെ ഈ ടൊണാലിക്ക് പകരം എന്തുകൊണ്ട് ഞാൻ ബ്രൂണോ ഗുമേറസിനെ പിക്ക് ചെയ്യുന്നു, ഈവൻ ദോ ബ്രൂണോ ഗുമേറസിന് 28 വയസ്സായെങ്കിലും, അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രൂണോ ഗുമേറസ് ഒരു വെർസറ്റൈൽ മിഡ്ഫീൽഡറാണ്. ഹീ ഈസ് എ ഷിറ്റ് ഹൗസറി ആൻഡ് ഐ വാണ്ട് ദോസ് കൈൻഡ് ഓഫ് പ്ലേയേഴ്സ് അറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. നമ്മുടെ ടീമിനെ ഒരു നെക്സ്റ്റ് ലെവലിൽ എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന മിഡ്ഫീൽഡറാണ്. ബ്രൂണോ ഗുമേറസ് മാത്രം പോരാ, പക്ഷേ ദിസ് ഇസ് എ ഗുഡ് സ്റ്റാർട്ട് ആൻഡ് ഐ ഫീൽ ഈ ന്യൂസ് ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. ആൻഡ് ഐ എം റിയലി ഹാപ്പി. കാരണം ഈ സമയത്ത് നമ്മൾ ചുമ്മാ ബ്രേക്കാണെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാതെ വി ഷുഡ് ബി ടാർഗറ്റിംഗ് ദീസ് പ്ലേയേഴ്സ്. ഇപ്പോഴാണ് എല്ലാ ബിഗ് ക്ലബ്സും മൂവ് ചെയ്യാൻ പോകുന്നത്. ആൻഡേഴ്സിന് നമുക്ക് മിസ് ഔട്ട് ചെയ്യാൻ പോവാണ്. മിക്കവാറും ആൻഡേഴ്സ് സിറ്റിയിൽ പോകും. ആൻഡ് വി ഹാവ് ടു ആക്ട് ഫാസ്റ്റ്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വരാൻ പോകുന്ന പ്ലേയേഴ്സൊക്കെ ബാക്കി ടീമുകൾ കൊണ്ടുപോകും, അല്ലെങ്കിൽ പുതിയ കോൺട്രാക്റ്റ് കൊടുത്ത് അവിടെ സൈൻ ചെയ്യിക്കും. ആൻഡ് ഐ ഫീൽ ബ്രൂണോ ഗുമേറസ് ഈസ് ദ റൈറ്റ് പ്ലെയർ ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അറ്റ് ദിസ് ടൈം. ഈ ടീമിനെ എലിവേറ്റ് ചെയ്യാൻ ഈ ഒരു ചങ്ങായിക്ക് പറ്റും. ഹീ ഈസ് എ പ്രോപ്പർ മിഡ്ഫീൽഡർ ഫോർ എ ക്ലബ് ലൈക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കുപ്പായ ഇട്ട് കഴിഞ്ഞാൽ ഐ ക്യാൻ സീ ബ്രൂണോ ഗുമേറസ് ബിക്കമിങ് എ ഐക്കോണിക് പ്ലെയർ ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇൻ മോഡേൺ എറ. അതാണ് എൻ്റെ ഒപ്പീനിയൻ. സോ നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻറ്റ് ചെയ്യുക. ബ്രൂണോ ഗുമേറസിനെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോ? അതേപോലെ തന്നെ ഈ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്, നിങ്ങൾ എത്ര ഹാപ്പിയാണ് ഈ ബ്രേക്കിംഗ് ന്യൂസിൽ എന്നുള്ള കാര്യങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതിന് കൂടെ തന്നെ പുതിയ ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും ഗംഭീരമായിട്ടുള്ള ബ്രേക്കിംഗ് ന്യൂസ് അല്ലാത്ത വീഡിയോസ് ഞാൻ എൻ്റെ പണിപ്പുരയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ വെയിറ്റ് ഫോർ ദാറ്റ്. സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്റ്റഡ്ഫോർഡ് സിഗ്നൽ. ഫെബ്രിസിയോ ബോംബ. ഇനിയും കൂടുതൽ ബോംബകൾ വരട്ടെ. സീ യു.